ഹായ് ഫ്രണ്ട്സ്, മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടു എന്തെല്ലാം ബെഡായി ആയിരുന്നു മുസ്ലിം ലീഗ്. 3 സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കടുത്ത തീരുമാനമെടുക്കും, മുന്നണി വിട്ട് പുറത്തു പോകും, ഒറ്റയ്ക്ക് നിൽക്കാൻ പോകുന്നു, എന്തെല്ലാം വെടിക്കെട്ട് പ്രസ്ഥാനങ്ങളായിരുന്നു. ആ PA സലീം, കുഞ്ഞാലിക്കുട്ടി എല്ലാവരും മാറി മാറി പ്രസ്താവിച്ചു. കോൺഗ്രസുമായി ഒരേ ഒരു ചർച്ച നടത്തിയപ്പോൾ എല്ലാം ശുഭം. അത്രേ ഉള്ളൂ. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് അത്ര തന്നെ. മുസ്ലിം ലീഗിന് അറിയാം ഇടതുപക്ഷത്തേക്ക് പോവുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമല്ല എന്ന്. UDF തങ്ങൾ രാജാക്കന്മാരാ, LDF യാചക. അവിടെ പിണറായി മാത്രമേ ഉള്ളൂ. പിണറായിക്ക് എതിർവായില്ല. അനുസരിച്ച് പഞ്ചപുച്ഛം മടക്കി നിൽക്കാൻ കഴിഞ്ഞാലേ അവിടെ തുടരാനാവുകയുള്ളൂ. അത്ര സുഖകരമായ കാര്യമല്ല എന്ന് മുസ്ലിം ലീഗിന് അറിയാം. എല്ലാവരും ഉപരി ബദ്ധവൈരികളായ കമ്മ്യൂണിസ്റ്റുകാരെ കായികമായി നേരിടുന്ന മുസ്ലിം ലീഗ് അനുയായികൾ അതേ ഇടതുപക്ഷത്തേക്ക് ചേരാൻ പോയാൽ കൂടെ പോരുമോ? സംശയമാ. കാരണം വടക്കൻ ജില്ലകളിലൊക്കെ RSS മാർക്സിസ്റ്റ് സംഘടന പോലെ തന്നെയാ മാർക്സിസ്റ്റ് ലീഗ് സംഘടന. അപ്പോൾ അവര് തമ്മിൽ ചേരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഏതാണെങ്കിലും ആ മുസ്ലിം ലീഗ് വിവാദം ഇവിടെ അവസാനിക്കുന്നു.